അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 10. സഹോദരരെ, ഇസ്രയേല്യർ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് എന്റെ ഹൃദയവാഞ്ചയും ദൈവത്തോടുള്ള പ്രാർത്ഥനയും. അവർ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണതയുള്ളവരാണെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എനിക്ക് കഴിയും. എന്നാൽ അവരുടെ ശുഷ്കാന്തി ജ്ഞാനത്തിൽ അധിഷ്ഠിതമല്ല. ദൈവത്തിൽ നിന്ന് വരുന്ന നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ ശ്രമിച്ചതുകൊണ്ട് അവർ ദൈവനീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാകുന്നു. ന്യായപ്രമാണത്താലുള്ള നീതിയെ സംബന്ധിച്ച് മോശെ, ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന മനുഷ്യൻ ഇവയാൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ വിശ്വാസത്താലുള്ള നീതിയോ ഇപ്രകാരമാണ് പറയുന്നത്: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരുവാൻ ആര് സ്വർഗത്തിൽ കയറും? എന്നോ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ആനയിക്കുവാൻ ആര് പാതാളത്തിലിറങ്ങും? എന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അതെന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമാകുന്നു, അത് നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഞങ്ങൾ ഉദ്ഘോഷിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെയാണത്. യേശു കർത്താവാകുന്നു എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അദ്ദേഹത്തെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ ഒരുവൻ ഹൃദയത്തിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെടുകയും വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നുവല്ലോ. യഹൂദനും വിജാതീയനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരുടെയും കർത്താവ് ഒരുവനത്രേ. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്തവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും? ആരെങ്കിലും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടാതെ എങ്ങനെ പ്രസംഗിക്കും? സുവാർത്തയുമായി വരുന്നവരുടെ പാദം എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ എല്ലാ ഇസ്രയേലരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചിരിക്കുന്നു എന്ന് യെശയ്യാവ് ചോദിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വിശ്വാസം ദൈവിക സന്ദേശത്തിന്റെ കേൾവിയാലും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്താലും ഉണ്ടാകുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും അവർ കേട്ടിരിക്കുന്നു. അവരുടെ ശബ്ദം സർവഭൂമിയിലും അവരുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തി വരെയും ചെന്നെത്തിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രയേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അസൂയ ജനിപ്പിക്കും, പരിജ്ഞാനമില്ലാത്ത ഒരു ജനതയെ കൊണ്ട് ഞാൻ നിങ്ങളെ കോപിപ്പിക്കും എന്ന് മോശെ പറയുന്നു. അതുപോലെ യെശയ്യാവും ധൈര്യപൂർവം പറയുന്നു: എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ആവശ്യപ്പെടാത്തവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി. എന്നാൽ ഇസ്രയേലിനെ കുറിച്ചോ? അനുസരണം കെട്ടവരും നിഷേധികളുമായ ജനങ്ങളിലേക്ക് ഞാൻ ദിവസം മുഴുവനും കൈനീട്ടി എന്ന് അദ്ദേഹം പറയുന്നു.